അതായത് മനസ്സിൻ്റെ ആണ് പ്രശ്നം. അത് മനസ്സിൻ്റെ പുറത്ത് നമുക്ക് അധികാരമില്ല. മനസ്സിൻ്റെ നിയന്ത്രണത്തിന് മാത്രമല്ല, മനസ്സിൻ്റെ പ്രവർത്തനത്തിന് മാത്രമേ സ്ഥാനം കൊടുക്കുന്നുള്ളൂ. നമ്മൾ പ്രാപ്തിയുടെ ഭാഗത്തോട്ട് വരിക. ഒരുപാട് വിഷയങ്ങളുണ്ട്. ആർക്കാണ് വിഷയം? മനസ്സാണ് ഞാനെന്ന് കരുതിയിരിക്കുകയാണ്. ശരിക്കും മനസ്സ് നിയന്ത്രിക്കുന്നവനല്ലേ ഞാൻ. ഇത് മനസ്സ് എന്നെ നിയന്ത്രിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അവിടെ ആക്റ്റീവ് ആകുമ്പോൾ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള കാരണങ്ങൾ ശ്രദ്ധയിൽ തെളിയും. ആ മനസ്സിൻ്റെ പുറത്ത് അധികാരമുള്ള ഒരാളുണ്ട്. ഇത് മനസ്സിൻ്റെ പുറത്ത് അധികാരമുള്ള ആൾ എന്നെ അറിയുന്നില്ല. ആൾ നിശ്ചലമാണെന്ന് വേണേൽ പറയാം. അപ്പോൾ വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കുന്ന ഭാഗത്തോട്ട് മാറുക. സാവകാശം മതി. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം, ശരീരം ശ്വാസം എടുക്കുന്നുണ്ട്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. ശ്വാസം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ട്. ആ ആളെ കൂടുതൽ ഉണർത്തിക്കൊണ്ടുവരിക. അതാണ് നമ്മുടെ ആവശ്യം. അതാണ്. അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല.